12 ഗ്രൂപ്പുകളിലായി 48 ടീമുകൾ. ആ ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടം കഴിഞ്ഞു. ഏറ്റവും മികച്ച 2 ടീമുകൾ വീതം 12 ഗ്രൂപ്പിൽ നിന്ന് 24 പേർ. ഒപ്പം ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും. ഇനി നോക്കൌട്ടിന്റെ സമയമാണ്. ജീവൻ മരണ പോരാട്ടത്തിന്റെ സമയം. സ്വാഗതം ഫുട്ബോൾ ഗോളത്തിലേക്ക്. ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയായതോടെ നോക്കൌട്ട് ചിത്രം അത് വ്യക്തമായി കഴിഞ്ഞു. മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ ഉൾപ്പെടെ 32 ടീമുകളാണ് ഈ നോക്കൌട്ടിൽ പങ്കെടുക്കുക. റൗണ്ട് ഓഫ് 32-ൽ അർജന്റീന, ഫ്രാൻസ്, മെക്സിക്കോ ഈ 3 ടീമുകളാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരവും ജയിച്ച്, അതായത് 9 പോയിന്റുമായി റൗണ്ട് ഓഫ് 32-ലെത്തിയത്. ഗ്രൂപ്പ് പോര് കഴിഞ്ഞു. ഇനിയെല്ലാം ജീവൻ മരണ കളിയാണ്. നിശ്ചിത സമയത്ത് ഫലമുണ്ടായില്ലെങ്കിൽ എക്സ്ട്രാ ടൈമും സമനിലയായാൽ പെനാൽറ്റി ഷൂട്ടൌട്ട്. അവിടെയും സമനിലയെങ്കിൽ സഡൻ ഡെത്ത്. പിരിമുറുക്കമേറും ഇനിയുള്ള രാവുകളിൽ. ബോസ്നിയ ഹെർസഗോവിന, പാരഗ്വേ, ഇക്വഡോർ, സ്വീഡൻ, സെനഗൽ, അൾജീരിയ, കോങ്കോ, ഘാന ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-ാം സ്ഥാനക്കാരായി പോയിട്ടും നോക്കൌട്ടിലേക്ക് കടന്നുകൂടിയത് ഈ 8 ടീമുകളാണ്. ചില തീപാറും പോരാട്ടങ്ങളാണ് റൗണ്ട് ഓഫ് 32-ൽ ആരാധകരെ കാത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മൊറോക്കോയും നെതർലൻഡ്സും ഏറ്റുമുട്ടുമ്പോൾ ശ്വാസം അടക്കി പിടിക്കാം. രണ്ടിലൊരു ടീം പുറത്താകുമെന്നതാണ് സങ്കടകരം. മറ്റൊരു കടുകട്ടിപ്പോര് ജൂലൈ 3-ന് നടക്കുന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനും എളുപ്പമാകില്ല റൗണ്ട് ഓഫ് 32. ഫ്രാൻസ് സ്വീഡൻ മത്സരം ജൂലൈ 1-ന്. ബെൽജിയം സെനഗൽ പോരാട്ടം ജൂലൈ 2-ന്. കൊളംബിയ ഘാന മത്സരവും അർജന്റീന കേപ്പ് വെർഡെ പോരാട്ടവും ജൂലൈ 4-ന്. 32 സംഘങ്ങളിൽ നിന്ന് 16 പേരിലേക്ക് ചുരുങ്ങുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ജൂലൈ 6 തിങ്കളാഴ്ച ആരംഭിക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോൾ ആരാധകർക്ക് സ്വാഭാവികമായും പ്രതീക്ഷയുണ്ടായിരുന്നു മത്സരം ജയിക്കുമെന്ന്. മെസ്സിയെ കാണാൻ കാത്തിരുന്നു 60 മിനിറ്റ്. ഏറ്റവും ഒടുവിൽ വന്ന മെസ്സി ഗോൾ അടിച്ച മെസ്സിയായി മാറി. അങ്ങനെ എന്താണ് ആരാധകർ പറയുന്നത്? ആരാധകർ ഹാപ്പിയാണോ ഡാനി? മെസ്സി ഗോൾ കൂടി അടിച്ചല്ലോ. വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കണ്ട ഈ DRK അരീനയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിൽ. നമുക്കൊപ്പം നേരത്തെയും ചേർന്ന ടിനി നമുക്കൊപ്പം ചേരുന്നു. ടിനി അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ. സന്തോഷിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അല്ല, ഇതൊക്കെ ആഘോഷിക്കണം. 4 വർഷം കൂടുമ്പോഴുള്ള ഒരു ആഘോഷം. ലോകത്തിലെ ഏറ്റവും വലിയ ഷോയാണ്. അപ്പൊ അത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാലത്ത് കുർബാന കാണുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് കുർബാന കാണാൻ പോകുന്ന വിചാരിക്കാണ്. അപ്പൊ അതിന് അർജന്റീന ഫാൻസ് നമുക്ക് ഇവിടെ കുറെ ഉണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ല, മെസ്സിയൊന്നും വേണമെന്നില്ല നമുക്ക്. എന്തിനാണ് മെസ്സി ഇല്ലാതെ പിള്ളേര് 2 അടിച്ചില്ലേ? ആ മെസ്സിയുടെ വെറുതെ ഒരു പുള്ളിയുടെ ഒരു മനസ്സിലായില്ലേ, ഒരു ഒരു ഓറ കിട്ടിയാൽ മതി. അല്ല, ആ ഒരു പ്രകാശം കിട്ടിയാൽ മതി. ബാക്കി പിള്ളേർ കളിച്ചോളൂ. ആ പ്രകാശമാണ് വെളിച്ചപ്രകാശം. ആ പ്രകാശമാണ് ലോകത്തിന്റെ രാജാവ്, നീലക്കടലിന്റെ രാജാവ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സുഖിച്ചാണ്. ഉറക്കം എഴുന്നേറ്റ് ലാസ്റ്റ് കാണാൻ വന്നു ജയിച്ചാന്നറിയാനാണ്. വളരെ സന്തോഷം. ഇത്രയും വലിയൊരു ഇത് നടത്തി സിദ്ധിയും കറുകപ്പള്ളിയിലെ കൂട്ടായ്മ. ബ്രസീൽ ആരാധകരെല്ലാവരും ഇവിടെ ഉണ്ട്. അല്ല, ബ്രസീലാണ് ഇവിടെ കൂടുതലുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ പ്രത്യേകം നമ്മൾ ആശംസ നേരുന്ന മറ്റൊന്നുമില്ല. നിഷി പറഞ്ഞതാണ്, ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ട് ഈ ഫുട്ബോൾ കാണാൻ പറ്റും. അതെ, ഈ ഇതെടുക്കാൻ ഭയങ്കര പൈസയാണല്ലോ. അപ്പൊ സാധാരണക്കാരൻ എല്ലാവർക്കും അത് താഹ ഒറ്റക്ക് മതി അർജന്റീനക്ക്. ബാക്കി ബ്രസീൽ എല്ലാവരും. നമുക്ക് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DRK ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അതിപ്പോ നമ്മൾ ബ്രസീൽ ടീമായാലും അർജന്റീന ടീമായാലും നമ്മളത് വിജയകരമായിട്ട് തന്നെ കൊണ്ടുപോകുള്ളൂ. വളരെ വളരെ സന്തോഷം. എന്തായാലും എൽദോ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടേക്ക് വരുമ്പോഴേക്കും നിരവധിയായ ആരാധകർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഏതായാലും മൊത്തം സജ്ജീകരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിന്റെ ദിവസമാണോ? മെസ്സി ഇറങ്ങിയപ്പോൾ ഒന്നും കൂടി സന്തോഷം കൂടി. 6 ഗോളായി. ഇപ്പൊ എംബാപ്പേന്റെ
എംബാപ്പെ 4, മെസ്സി 6. എന്താ പറയാ, മെസ്സി മുന്നിലായി ലോകകപ്പിൽ. ഇപ്പൊ ഇനി മുന്നിലാവും. ബാപ്പിരിക്കണ്ടല്ലോ നമ്മുടെ ബാപ്പുണ്ട്. തിങ്കളാഴ്ച 10:00 വരും. ആഘോഷം എന്താ കാണിച്ചാ ബ്രസീൽ ജയിച്ചിട്ട് ആഘോഷം എന്താ വലിയ സന്തോഷത്തിലാണ് എൽദോ ഇത് നോക്കുക. വലിയ ആ സന്തോഷത്തിലേക്ക് തന്നെ നിൽക്കുന്നു. മറ്റേ പോർച്ചുഗലിന്റെ ആരാധകരുണ്ട്. പോർച്ചുഗൽ ഏതായാലും ഇന്ന് എന്തായിരുന്നു കളി കണ്ടിട്ട്? റൊണാൾഡോ നിങ്ങളെ വിജയിച്ചെത്തിയോ? അതിനെപ്പറ്റി കളിയല്ലേ, ഓരോ സമയത്ത് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ മെസ്സി നല്ലോണം കളിച്ച് ബഹുമാനമുള്ളൂ മെസ്സിനോട്. മെസ്സി നല്ല പ്ലെയറാണ്, കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ റൊണാൾഡോ നമ്മ ലോയലാണ്, അതേപോലെ തന്നെ മാറൂല ഒരിക്കലും. അതെ, മെസ്സിയോട് ബഹുമാനം മാത്രം പറയുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിന് മെസ്സി ആരാധകർക്കും വലിയ സന്തോഷം. മത്സരത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ, അവിടേക്ക് വരുമ്പോൾ മെസ്സി മികച്ച വിജയം സമ്മാനിച്ചിരിക്കുന്ന ടീമിനെന്ന സന്തോഷമാണ് അവർക്കുള്ളത്. ഏതായാലും ടിനിലും അടക്കമുള്ള ആരാധകർ ഇവിടെ നിന്ന് പിരിയുന്നു എന്നതാണ്. എൽദോ, അങ്ങനെ റൗണ്ട് ഓഫ് 32ലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ വിശകലനം എന്താണ്? ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ആരുടേതാണ്? റൗണ്ട് ഓഫ് 32ൽ ആരായിരിക്കും മിന്നാൻ പോകുന്നത്? കമന്റേറ്റർ കേരളത്തിന്റെ മുൻ ക്യാപ്റ്റൻ ബിനീഷ് കിരൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ബിനീഷ്, എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ദിവസങ്ങളാണ് നടന്നു പോകുന്നത്. ലോകകപ്പിന്റെ ആരവം അത് ഏതാണ്ട് പകുതി ഘട്ടത്തിലേക്ക് എത്തി, ഗ്രൂപ്പ് കഴിഞ്ഞു. ഈ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഏറ്റവും മിന്നിത്തിളങ്ങിയതാരാണ്? എന്തോ നോ ഡൗട്ട് അർജന്റീന ദേ ഹാവ് ഡൺ ഇറ്റ് ഇൻ സ്റ്റൈൽ, അങ്ങനെ തന്നെ പറഞ്ഞു വെക്കണം. കാരണം ഹൈ പ്രൊഫൈൽ ടീമിനെല്ലാം ഒരു ചെറിയ കാലിടർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിത്തൗട്ട് മെസ്സി ആൻഡ് വിത്ത് മെസ്സി അർജന്റീന ഗോൾ നേടിയിരിക്കുന്നു. സോ ഗംഭീരമായി തന്നെ അർജന്റീന തുടക്കം കുറിച്ചിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ബിനീഷ്, ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ട് ടീമുകൾ, അതായത് മെക്സിക്കോ, അർജന്റീനയ്ക്കൊപ്പം മെക്സിക്കോയും ഫ്രാൻസും 3 കളികളും ജയിച്ചിട്ടുണ്ട്. ഫ്രാൻസിനെയും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഈ ഫിക്സറൊക്കെ അനുകൂലമായി മാറുവാണെങ്കിൽ വീണ്ടും ഒരു കളിയുടെ മികവ് വെച്ച് ഫ്രാൻസ് അർജന്റീനയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നൊരു സംശയം ഗ്രൂപ്പ് ഘട്ടത്തിൽ തോന്നുന്നില്ലേ, ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാകുമ്പോൾ? ഒരു സംശയമില്ല, നല്ലൊരു പോയിന്റിലേക്കാണ് എന്തോ കാര്യങ്ങൾ എത്തിച്ചത്. കാരണം ഞാൻ അർജന്റീന സ്റ്റൈലിൽ വന്നു എന്ന് പറയുമ്പോൾ മെസ്സി ഇല്ലാതെയും മെസ്സിയോടൊപ്പമുള്ള അർജന്റീന ഗോൾ കണ്ടെത്തി നല്ല ക്ലാസിക് ആയിട്ട് തന്നെ ലീഗ് സ്റ്റേജ് കടന്നു എന്ന് പറയുമ്പോഴും ഫ്രാൻസ് എന്തോ പറഞ്ഞ പോലെ ഫ്രാൻസ് ഇംപ്രസീവായ ഫുട്ബോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അവർ ട്രാൻസിഷൻ ടു അറ്റാക്ക്, ശരിക്കും ഡിഫൻസിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് പോകുന്ന ആ സ്പീഡൊക്കെ അപാര സ്പീഡാണ്. ആ സ്പീഡിനെ തടയാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നിലവിലെ ഫോം വെച്ചിട്ട് എല്ലാ ടീമുകൾക്കും അല്പം ബുദ്ധിമുട്ടുണ്ടാകും. റൈറ്റ് ബിനീഷ്, ഈ മറ്റൊരു കാര്യം, ഇനി എല്ലാവർക്കും ആഗ്രഹം അത് ബ്രസീലിനെ പറ്റിയും പോർച്ചുഗലിനെ പറ്റിയുമാണ്. ബ്രസീൽ ആദ്യ മത്സരത്തിൽ കണ്ട ബ്രസീൽ അല്ല മൂന്നാമത്തെ മത്സരത്തിൽ എന്നുള്ളതാണ് ബ്രസീൽ വിരുദ്ധർ പോലും സമ്മതിക്കുന്നത്. അതായത് ടീം ഓരോ ദിവസവും സെറ്റായി ഈ ആഞ്ചലോട്ടി എന്ന കോച്ച് ടീമിനെ ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ബ്രസീലിന് നേരിടാനുള്ളത് ജപ്പാനാണ് നോക്കൗട്ടിൽ, അതായത് റൗണ്ട് ഓഫ് 32ൽ. ജപ്പാന്റെ മത്സരം നമുക്കറിയാം, അതിവേഗക്കാരാണ്. ഈ പറയുന്ന പോലെ ബ്രസീലിന്റെ രീതിയല്ല, ബ്രസീലിന് ചേരുന്ന രീതിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് റൗണ്ട് ഓഫ് 32ൽ ബ്രസീൽ ജപ്പാൻ പോരാട്ടം വരുമ്പോൾ ബിനീഷ്? എന്തോ ഈ റൗണ്ട് ഓഫ് 32ലെ ഏറ്റവും ക്ലാസിക് പോരാട്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ബ്രസീൽ ജപ്പാൻ പോരാട്ടമാണ്. മറ്റൊന്ന് മൊറോക്കോവും നെതർലാൻഡ്സും തമ്മിലാണ് എനിക്ക് തോന്നുന്നത് ഒരു ടഫസ്റ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അതിൽ ബ്രസീലിനെ ജപ്പാൻ ഓൾറെഡി ഫ്രണ്ട്ലി മാച്ചിൽ സമീപകാലത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവര് ഒരു മിറാക്കിൾ റിസൾട്ട്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൊയേഷ്യയെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ നെതർലാൻഡ്സിനെ ഈ വേൾഡ് കപ്പിൽ സമനിലയിൽ തളച്ചു. അതുമാത്രമല്ല ടാക്ടിക്കലി വളരെ വളരെ ടഫായ ഒരു ടീമാണ്. നേരത്തെ എന്തോ സൂചിപ്പിച്ച പോലെ തന്നെ ഫിറ്റ്നസ് ലെവലിലും അവരെ ഓടി തോൽപ്പിക്കാൻ എന്തായാലും ബ്രസീലിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് വ്യത്യസ്തമായ ടാക്ടിക്സ് ആണ് ആൻസലോട്ടി എടുക്കാൻ പോകുന്നത് ഉള്ളതാണ്. അതായത് കളിക്കാരുടെ അവരുടെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കാൻ കഴിവുള്ള ഒരു പരിശീലകനാണ് ആൻസലോട്ടി. അതിനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തന്നെ. അത് വളരെ പ്രകടമായിട്ടുണ്ട്. വിനീഷ്യസിന്റെ ഒക്കെ പെർഫോമൻസിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ
ജപ്പാന്റെ അടുത്ത് എന്ത് തന്ത്രമാണ് എന്ന് ചോദിച്ചാൽ അല്പം ഒന്ന് വേഗത കൂട്ടേണ്ടി വരും, വേഗത കുറക്കേണ്ടി വരും. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെയാണ് ജപ്പാൻ ഒരു അല്പം പുറകിൽ ഉള്ളത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ അതില് ബ്രസീലിന്റെ കയ്യിൽ വജ്രായുധങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ ബ്രസീലിന്റെ വജ്രായുധങ്ങളിൽ പ്രധാനിയാണല്ലോ നെയ്മർ കഴിഞ്ഞ മത്സരത്തിൽ അവസാന മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തി. പക്ഷേ ഈ ആരാധകരുടെ തന്നെ സംശയം, നെയ്മർ സുൽത്താനാണ്, നെയ്മർ അവർക്ക് അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ഇങ്ങനെ വളരെ രസകരമായി സെറ്റായി കൊടുക്കുന്ന ടീമിലേക്ക് നെയ്മർ ഇടയിൽ വരുമ്പോൾ ആ ടീമിന്റെ ബാലൻസ് തെറ്റുമോ എന്നുള്ളൊരു സംശയമില്ലേ? വളരെ ആശങ്കയുണ്ടായിരുന്നു ശരിക്കും. നെയ്മറിനെ ടീമിൽ എടുത്തപ്പോൾ തന്നെ ആ ടീമിനൊരു ഉണർവ് നൽകാനും ഒരു ആവേശം നൽകാനും ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നെയ്മർ പിന്നെയും പരിക്കിന്റെ പിടിയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കിട്ടിയ 10 മിനിറ്റ് നല്ല ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. കാരണം ജപ്പാൻ പോലുള്ള ടീമിനടുത്ത് അവസാനം ഒരു 5 മിനിറ്റിലൊക്കെ നെയ്മർ അല്ലെങ്കിൽ 10 മിനിറ്റിലൊക്കെ നമുക്കറിയാം ആഡ് ഓൺ ടൈം ഒക്കെ ഇപ്പൊ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വരുന്നത്. ദാറ്റ് മീൻസ് ഒരു 85th മിനിറ്റ്സിലൊക്കെ നെയ്മർ വന്നാൽ പോലും അദ്ദേഹത്തിന് അവിടെ ഒരു എന്താ പറയാ ജപ്പാൻ ഡിഫൻസിനിടയിൽ ലോ ബ്ലോക്കിലേക്ക് ജപ്പാൻ പോവുകയാണെങ്കിൽ ആ ഡിഫൻസിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ സാധിക്കും, നല്ലൊരു ക്ലാസിക് ക്രിയേറ്റീവ് പാസ് നൽകാനും സാധിക്കും. സോ 10 മിനിറ്റ് ആണെങ്കിലും നെയ്മർ ഈസ് നെയ്മർ. അതെ, ഉറപ്പായിട്ടും നെയ്മർ ഈസ് നെയ്മർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാണെങ്കിലും ബ്രസീൽ പ്രതീക്ഷയിലാണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പോർച്ചുഗലിലേക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയൊരു ലോകകപ്പിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക അത് അസാധ്യമാണ് കടുത്ത ആരാധകർക്ക് പോലും. അപ്പോൾ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരിടേണ്ടത് ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യയും ഈ പറയുന്നത് പോലെ ആദ്യ മത്സരങ്ങളിൽ ക്രൊയേഷ്യ അല്ലല്ലോ നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പുകളിൽ കണ്ടത് എന്ന് വിചാരിച്ചു. പക്ഷേ അവസാന മത്സരമായപ്പോൾ ക്രൊയേഷ്യയും ടീം സെറ്റായി വരുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ ഈ പോർച്ചുഗൽ ക്രൊയേഷ്യ ആ നോക്കൗട്ട് പോരാട്ടത്തെ പറ്റി എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് വിനീഷ്? എൽദോ, ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗലിന് സമനിലയിലാണ് കലാശിച്ചത് മത്സരം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചെറിയ സംശയമാണ്, എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ആ സമനില ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ അവർ ഗാനയുമായിട്ടാണ് കളിക്കേണ്ടത്. അതൊരു ആഫ്രിക്കൻ ടീമാണ്, ടഫ് ഫുട്ബോൾ കളിക്കുന്നതാണ്, ലോ ബ്ലോക്കിലേക്ക് പോകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ഫുട്ബോളിലുള്ള ക്രൊയേഷ്യ ആണെങ്കിൽ ഒരിക്കലും പുറകിലേക്ക് തളച്ചിട്ട് നിൽക്കുന്ന ശൈലിയല്ല. അവർ അറ്റാക്കിംഗ് ഫുട്ബോൾ, അവരെപ്പോഴും അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്ന ടീമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പൺ ആയി കിട്ടും ആ ടീമിനെ. അപ്പോൾ പോർച്ചുഗലിന് അല്പം കൂടി എളുപ്പത്തിൽ കളിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32 നല്ലൊരു എതിരാളികൾ ശരിക്കും ക്രൊയേഷ്യ തന്നെയാണ്, ബെറ്റർ ദാൻ ഗാന. ഓക്കെ, ഇനി റൗണ്ട് ഓഫ് 32 അടുത്ത സംശയം അത് അർജന്റീനയെ പറ്റി തന്നെയാണ്. അർജന്റീനയുടെ മികവൊക്കെ ഗംഭീരമാണ്, ആധികാരികമാണ്, ഇതുവരെയുള്ള മുന്നേറ്റം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഈ എതിരാളികളെ പറ്റിയാണ് കേപ്പ് വെർഡെ അല്ലെങ്കിൽ കാബോ വെർഡെ. ഈ കേപ്പ് വെർഡയുടെ ഒരു പ്രശ്നം അവരുടെ ഡിഫൻസിനെ അർജന്റീനയ്ക്ക് പൊളിക്കാൻ എങ്ങനെ തന്ത്രമൊരുക്കുമെന്നുള്ളതാണ്. ബേസിക്കലി ജീവൻ മരണ പോരാട്ടമാണ്, നോക്കൗട്ടാണ്. നിശ്ചിത സമയത്ത് ഗോൾ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകാം, പിന്നെ അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കോ സറണ്ടത്തിലേക്കോ ഒക്കെ പോകാം. അപ്പോൾ ഈ കേപ്പ് വെർഡെക്കെതിരെ ഇതുവരെ കളിച്ച ഒരു രീതിയിലായിരിക്കും സ്കലോണി അർജന്റീനയെ കളത്തിലിറക്കുക എന്നുള്ളതാണ് സംശയം. എൽദോ, മെസ്സി ഇല്ലാത്തപ്പോൾ ഒരു ഒരുമ നൽകുന്നുണ്ട് അർജന്റീന ടീമിൽ. അത് നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. പക്ഷെ മെസ്സി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശം ടീമിന് അധിക മുൻതൂക്കം നൽകുന്നുണ്ട്. അവിടെയാണ് ആ ഡിഫറൻസ് വരാൻ പോകുന്നത്. മെസ്സി ഡ്രിബിൾ ചെയ്ത് പെനാൽറ്റി ഏരിയയുടെ അകത്തേക്ക് കടക്കുക, അവിടുന്ന് ഒരു പെനാൽറ്റി നേടിയെടുക്കുക, അല്ലെങ്കിൽ സെറ്റ് പീസസ് കുറെ വരാൻ, ലോ ബ്ലോക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേപ്പ് വെർഡെ. അത് തന്നെയാണ് അവർ കളിക്കാൻ താല്പര്യപ്പെടുക. കാരണം ലോ ബ്ലോക്കിലേക്ക് പോയിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അവിടെയാണെങ്കിൽ ഈ ഫ്രീ കിക്കുകൾ വരാൻ സാധ്യതയുണ്ട്. സോ അവിടെയൊക്കെയാണ് അർജന്റീന സ്കോർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെസ്സി ആ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. റൈറ്റ്, ഇന്നത്തെ മത്സരം കൂടി ഒന്ന് പറഞ്ഞു പോകാമല്ലോ. അർജന്റീനയുടെ ആ 3-1 ജയത്തിൽ ഒരുപക്ഷെ അത് കുറച്ച് നന്ദി എനിക്ക് തോന്നുന്നു ജോർദാൻ ഗോൾ കീപ്പർക്ക് നൽകണം തോന്നുന്നു. കാരണം 2 ഫ്രീ കിക്ക് ഗോളാണ്. 2 ഫ്രീ കിക്ക് ഗോളിലും ആ ഗോൾ കീപ്പർ ഓക്വേർഡ് പൊസിഷനിലാണ്. അദ്ദേഹത്തിന് ആ വാളിന്റെ പിന്നിൽ നിന്ന് ഒന്നും കാണാൻ വയ്യ, അദ്ദേഹം എങ്ങോട്ടോ ചാടുന്നു. എന്താണ് സംഭവിച്ചത്? ശരിക്കും ജോർദാന് അത് വലിയ തലവേദനയായി പോയില്ലേ ആ ഗോൾ കീപ്പറുടെ ആ ഒരു പൊസിഷൻ? തീർച്ചയായിട്ടും ഗോള് എന്ന് വെച്ചാൽ അത് ഗോള് തന്നെയാണ്. അത് എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൽ കളിക്കാരന്റെ ഒരു മികവുണ്ട്. പക്ഷെ ഗോൾ കീപ്പർ എടുത്ത ഡിസിഷനാണ് എനിക്ക് തോന്നുന്നത് അല്പം ചിന്തിക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ അവിടെ ഒരു വോൾ വെച്ചിട്ടുണ്ട്, ആ വോളിന്റെ പുറകിലും താഴെയും താഴെ പോകുന്ന ബോൾ തടയാൻ വേണ്ടിയിട്ട് ഒരാൾ കിടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്ക് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ
ആ സൈഡിലേക്ക് പകരം നമ്മൾ നിൽക്കുന്ന സൈഡാണ് കൂടുതൽ നോക്കേണ്ടത്. ആ നിൽക്കുന്ന സൈഡിലാണ് 2 ഗോളും പിറന്നത്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഗോള് കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിച്ചു. അത്യാവശ്യത്തിനുള്ള പവറും ഉണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പർ അവിടെ നിന്നിരുന്നെങ്കിൽ പോലും അത് നേരെ കയ്യിലേക്ക് വരേണ്ട പന്തായിരുന്നു. ഗോൾ കീപ്പറുടെ ഒരു ചെറിയൊരു സപ്പോർട്ട് 2 ഗോളിലും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി അവസാനമായിട്ട് ബിനീഷ്, നമ്മൾ ഈ ലോകകപ്പിൽ നമ്മൾ ഇതുവരെയും കാണാത്ത ഒരുപാട് ചില കാര്യങ്ങൾ കണ്ടു. ഈ വാർ ചെക്കിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ത്രോയിൻ്റെ ടൈമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് പുതിയ ആശയങ്ങൾ, പുതിയ സാങ്കേതികത്വമൊക്കെ ഫിഫ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഗ്രൂപ്പ് ഘട്ടമെങ്കിലും തീർന്നപ്പോൾ എന്താണ് തോന്നുന്നത്? ഈ മത്സരത്തിൻ്റെ നിലവാരം ഉയർത്തിയോ? അതിലൊരു സംശയമായി തോന്നുന്നത് മത്സരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്, വാർ ചെക്ക് ചെയ്യാൻ റഫറി ഓടിപ്പോകുന്നു അമ്പയറിൻ്റെ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീൻ നോക്കാൻ വേണ്ടി, ഇതൊക്കെ ഒരു മത്സരത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിലൊരു അഭിപ്രായം താങ്കളുടെ? എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, ലോകകപ്പ് പോലുള്ള ഒരു മത്സരത്തിൽ ഇത് ആവശ്യം തന്നെയാണ്. കാരണം ഓരോ തീരുമാനങ്ങളും ഉറച്ച തീരുമാനമായിരിക്കണം. അത് ലോകത്തിന്റെ മുന്നിൽ, ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തീരുമാനങ്ങൾക്ക് ഒരു ഒരു കൃത്യത വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വാർ ഇടപെടുന്നതൊന്നും ഒരിക്കലും നമുക്ക് മോശമായി തോന്നുന്നില്ല. അതേ സമയത്ത് തന്നെ ഈ കോർണർ കിക്ക് എടുക്കുന്നതിന്റെ, നമുക്കറിയാം ചില കോർണർ കിക്കുകളൊക്കെ വളരെ വളരെ ഡിസിഷൻ മേക്കിംഗ് ആയി മാറാറുണ്ട് ലോകകപ്പുകളിലൊക്കെ. സോ കോർണറിന്റെ സമയത്ത് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. പിന്നെ വരുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആള് പുറത്തേക്ക് പോകുന്നതും അതുപോലെ ത്രോയിനും, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കുറെ ടൈം വേസ്റ്റിംഗ് ഒക്കെ നമ്മൾ അതിനകത്ത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ഓൾ ടുഗെദർ ഒരു ഫുട്ബോളിന് ഒരു അല്പം കൂടി അത് തന്നെ അതിന് വ്യക്തമായുള്ളൊരു ഒരു സൂചനയാണ്. ഗോളുകൾ അനേകം പിറന്നിട്ടുണ്ട്. വിരസമായ കളികൾ ഇപ്രാവശ്യം നമുക്ക് വളരെ കുറച്ചേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം ബിനീഷ് സൂചിപ്പിച്ച പോലെ. എന്നാലും താങ്ക് യു ബിനീഷ് കിരൺ ഫോർ ജോയിനിങ്. എന്നാൽ ലോകകപ്പിൻ്റെ നോക്കൗട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കൗട്ട് റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി എല്ലാം ആവേശ പോരാട്ടമാണ്. ബിനീഷ് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. ഫുട്ബോളത്തിൽ വീണ്ടും ബിനീഷ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫുട്ബോൾ. താങ്ക് യു. ഫുട്ബോളത്തിൽ ഇടവേള. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ ഇനി ചില ലോകകപ്പ് കാഴ്ചകളിലേക്ക് പോവുകയാണ്. ലയണൽ മെസ്സിയോടുള്ള ആരാധന അതിന് ദേശാതിർത്തികളില്ല. അർജന്റീനയുടെ അയൽരാജ്യമായിട്ടുള്ള ബൊളീവിയയിലെ ഒരു കൂറ്റൻ മെസ്സി പ്രതിമ അത് ശ്രദ്ധ നേടുകയാണ്. അർജന്റീനയിലേക്ക് ഈ പ്രതിമ ഉടൻ കൊണ്ടുപോകും എന്നാണ്
ആ പ്രതിമ തയ്യാറാക്കിയ കലാകാരൻ പറയും. ബൊളീവിയൻ തലസ്ഥാന നഗരമായ ലാപാസിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് മെസ്സിയുടെ ഈ കൂറ്റൻ ശില്പം. ബൊളീവിയൻ ശില്പിയായ റാമിറോ സിർപ്പയാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ. അർജന്റീനയിലേക്ക് മാറ്റും മുമ്പ് പ്രദേശവാസികൾക്ക് കാണാനുള്ള അവസരമൊരുക്കിയിരിക്കുകയാണ് ശില്പി. ഏകദേശം 15 അടി ഉയരമുണ്ട് ഈ ഹൈപ്പർ റിയലിസ്റ്റിക് പ്രതിമയ്ക്ക്. മെസ്സിയുടെ പ്രതിമയ്ക്ക് പുറമെ 6 മീറ്റർ ഉയരമുള്ള ഒരു ലോകകപ്പ് ട്രോഫിയും ഒരുക്കിയിട്ടുണ്ട്. Este es un pedido de un fanático del fútbol y de estos dos personajes en este en especial y también de la Copa. Es un boliviano que radica en Brasil, en Argentina y él me lo encargó. Messi mide 4.50, Maradona igual mide, pues está por ahí y la Copa mide 6 metros de altura. ഇതിനു പുറമെ ഡിഗോ മറഡോണയുടെ പ്രശസ്തമായ ഹാൻഡ് ഓഫ് ഗോഡ് ആസ്പദമാക്കി മറ്റൊരു ശില്പം കൂടി സിർപ്പ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സി പ്രതിമയ്ക്കൊപ്പം ചിത്രമെടുക്കാൻ ഒരുപാട് പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ശില്പകലയിൽ ബൊളീവിയയെ അടയാളപ്പെടുത്താനുള്ള ശ്രമത്തിലാണെന്ന് ശില്പി റാമിറോ സിർപ്പ പറയുന്നു. സ്പൈഡർമാൻ, ക്യാപ്റ്റൻ അമേരിക്ക തുടങ്ങിയ കോമിക് കഥാപാത്രങ്ങളുടെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സിർപ്പ സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക വൃന്ദത്തെ നേടിയിട്ടുണ്ട്. ബൊളീവിയയും അർജന്റീനയും തമ്മിലുള്ള സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമായി ഈ മെസ്സി പ്രതിമ മാറുമെന്ന പ്രതീക്ഷയിലാണ് ലാപാസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മകൻ കളിപ്പാട്ടം കൊണ്ട് നിർമ്മിച്ച ഒരു ലോകകപ്പ് ട്രോഫി അതിൽ വജ്രങ്ങൾ പതിപ്പിച്ച് കോടികൾ വിലമതിക്കുന്ന ഒരു അപൂർവ സമ്പത്താക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ജ്വല്ലറി ഉടമ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹേമന്ത് കരംചന്ദാനി എന്ന ജ്വല്ലറി ഉടമയാണ് 10 വയസ്സുള്ള മകന്റെ കളിപ്പാട്ട ട്രോഫിയെ ഒരു അമൂല്യ വസ്തുവാക്കി മാറ്റിയത്. 900-ലധികം വജ്രക്കല്ലുകളാണ് ഈ ട്രോഫിയിൽ പതിപ്പിച്ചത്. കണ്ണു മഞ്ഞളിക്കും ഈ ട്രോഫി കണ്ടാൽ. കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ലെഗോ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സിൽ തീർത്തതാണ് ഈ ട്രോഫി. അച്ഛൻ ജ്വല്ലറി ഉടമയായതിനാൽ സംഭവം വേറെ ലെവലായെന്ന് മാത്രം. ഏകദേശം 3 ലക്ഷം ദിർഹം വിലമതിക്കുന്ന ട്രോഫിയാക്കി മാറ്റാൻ ഹേമന്ത് കരംചന്ദാനി എന്ന സ്വർണ്ണക്കച്ചവടക്കാരൻ പതിപ്പിച്ചത് 900-ലേറെ വജ്രക്കല്ലുകളാണ്. ഇത്തരത്തിൽ അമൂല്യമാക്കാൻ 35 ദിവസം വേണ്ടി വന്നുവെന്ന് കരംചന്ദാനി. From the playroom of my son, one day he was like making this, and then it took him like 3 days, you know. And then when I saw this thing coming up, it came big, you know. So just to motivate him, I thought, okay, I'll add my special touch. I will add my sparkle to it, you know. So we started with the plate, which says the FIFA World Cup, you know. And after finishing that, I decided to add more diamonds to it. ഹേമന്ത് കരംചന്ദാനിയുടെ 10 വയസ്സുകാരനായ മകൻ യാഷ് 2842 ലെഗോ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഒരു ട്രോഫി മാതൃക നിർമ്മിച്ചു. മകന്റെ ഉത്സാഹം കണ്ടാണ് കൂടുതൽ പ്രോത്സാഹനത്തിനായി ഹേമന്ത് ഇതിൽ വജ്രങ്ങളും സ്വർണവും പതിപ്പിക്കാൻ തീരുമാനിച്ചത്. പാഷൻ ജ്വല്ലേഴ്സ് എന്ന സ്വന്തം സ്ഥാപനത്തിലെ വർക്ക്ഷോപ്പിൽ 35 ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായത്. The value is just under 300,000 dirhams, okay, and then we are not looking to sell it. At the moment we haven't thought, and we have decided that it will go through a journey, means we have to take it to different football clubs and maybe to schools as well. I want the younger generation, the kids wants to, you know, look at it and take some inspiration, and finally it may go for charity, or maybe it will land up in Dubai Museum of Future. മകൻ തുടങ്ങിവെച്ചതായതുകൊണ്ട് തന്നെ ഇത് വിൽക്കാനില്ലെന്ന് കരംചന്ദാനി പറയുന്നു. ദുബായ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് കൈമാറുക അല്ലെങ്കിൽ സന്നദ്ധ സേവനത്തിന് ഈ ട്രോഫി ഉപയോഗിക്കുക എന്നതാണ് ഫുട്ബോൾ ആരാധകൻ കൂടിയായ കരംചന്ദിന്റെ തീരുമാനം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിൽ വിവിധ രാജ്യങ്ങളുടെ നിറത്തിലുള്ള കൗബോയ് തൊപ്പികളാണ് ഇപ്പോൾ ട്രെൻഡ്. അമേരിക്കയിലെ ടെക്സസ് ആണ് ഈ കൗബോയ് തൊപ്പികളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രം. ഓരോ ടീമിന്റെയും ആരാധകർ കസ്റ്റമൈസ് ചെയ്ത തൊപ്പികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൗബോയ് തൊപ്പികൾ നിർമ്മിക്കുന്നവരെ സമീപിക്കുകയും ചെയ്തു. അമേരിക്കൻ മണ്ണിൽ ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഗാലറികളിൽ ഇപ്പോൾ കൗബോയ് തൊപ്പികളുടെ പൂരമാണ്. ജപ്പാൻ, നോർവേ, നെതർലൻഡ്സ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആരാധകർ ഈ തൊപ്പികൾ തേടിയെത്തുന്നു. Next game.
പരമ്പരാഗത കൗബോയ് തൊപ്പികളല്ല, മറിച്ച് ഒരു വേൾഡ് കപ്പ് ടച്ചുള്ള തൊപ്പികളാണ് ഇവർക്ക് വേണ്ടത്. ആവശ്യക്കാരേറിയതോടെ കൗബോയ് തൊപ്പി നിർമ്മാതാക്കൾ ആ വഴിക്ക് തിരിഞ്ഞു. We started getting them about 2 to 3 weeks before it started, and we keep getting more and more interest. And as we put them on social media and people see them, I'm sure it'll continue. So it's good to see people represent their country, and I've taken a few jabs for not having a USA hat, but I didn't come up with the idea. It's just something that kind of came together naturally. So one to come. രാജ്യങ്ങളുടെ പതാകകളുടെ നിറത്തിലും തീമിലുമുള്ള അത്യാധുനിക കൗബോയ് തൊപ്പികളാണ് ഒരുങ്ങുന്നത്. മാത്രമല്ല, അതത് രാജ്യങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാണ് നിർമ്മാണം. കാനഡയുടെ ആരാധകർക്ക് നൽകുന്ന തൊപ്പിയിൽ മഞ്ഞിന്റെ പ്രതീതി ജനിപ്പിക്കാൻ വെളുത്ത ഫറിനൊപ്പം ഗ്ലാസ് ക്രിസ്റ്റലുകളും തുന്നിച്ചേർക്കും. ലോകകപ്പ് ആരംഭിക്കുന്നതിന് 3 ആഴ്ച മുൻപ് തന്നെ ആളുകൾ തൊപ്പി നിർമ്മാതാക്കളെ സമീപിക്കാൻ തുടങ്ങിയിരുന്നു. We are getting a ton of people from soccer fans. We're seeing different jerseys every day. The interest, they love hats, boots, because the Western style, the Western fashion is spreading all over the world. This is only Texas. A baseball cup on the world. This is no culture. This is culture. ഏകദേശം $700 മുതലാണ് ഒരു തൊപ്പിയുടെ വില. അല്പം കൂടിയാലും കുഴപ്പമില്ല. സ്റ്റൈലായി വേദിയിലെത്താൻ കൗബോയ് തൊപ്പികൾ വേണം ആരാധകർക്ക്. വേൾഡ് കപ്പ് ഡെസ്ക്, News 18. അപ്പോൾ നോക്കൌട്ട് ആവേശത്തിലേക്ക് കടക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ. ഇനി സമയം കുറച്ചുകൂടി ഓക്കേർഡായി മാറും. 1:30, 2:30, 3:30 മത്സരമാണ്. അർജന്റീനയുടെ മത്സരമൊക്കെ 2:30, 3:30 വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് കാര്യങ്ങൾ കിടക്കട്ടെ. ഫുട്ബോളം വീണ്ടും നാളെ രാവിലെ 7:40. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.